ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇടിച്ചക്കത്തോരൻ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നമ്മുടെ ചക്കയുടെ ചെറിയ പ്രായമാണ് പറയുന്നത് ഇടിച്ചക്ക, അല്ലെങ്കിൽ ചില സൈഡിലൊക്കെ കൊത്തൻചക്ക എന്ന് പറയാറുണ്ട്. ചക്കയുടെ ഉള്ളിലെ കുരുവൊക്കെ ആയി തുടങ്ങുന്നതിന് മുമ്പുള്ള പ്രായമാണ് ഈ പറയുന്നത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് അതിൻ്റെ കൂണൊക്കെ ചെത്തി കളയണം. നന്നായിട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ്. മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വയ്ക്കുക. അതിനുശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അര കപ്പിൽ കുറച്ച് കുറവായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ഇടിയഞ്ചക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ കടച്ചക്ക വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. കുക്കർ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3 വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. സ്റ്റീം പോയതിന് ശേഷം വേണം തുറക്കാനായിട്ട്. നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു കടായി വെച്ച് കൊടുക്കാം. തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 20 അല്ലി ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി വലിയ അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കഷ്ണങ്ങളാക്കി എടുത്തതാണ്. വലിയ അല്ലി വെളുത്തുള്ളി എടുക്കുമ്പോൾ അതിന് ഫ്ലേവർ കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും ഒരു 7-8 എടുത്താൽ മതിയാവും. ഈ ഉള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നാലാണ് നമ്മുടെ ഈ ചക്കത്തോരന് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഉള്ളിയൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുക്കണം. കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പില എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇവിടെ നമ്മുടെ കുക്കറിന്റെ സ്റ്റീം പോയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ ഇടിച്ചക്ക നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളം ഒന്ന് നമ്മൾ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. ഇതിൻ്റെ വേവ് കൂടി പോവരുത്. വേവ് കൂടി പോയാൽ ഇത് കുഴഞ്ഞു പോവും. അപ്പോൾ ഇടിച്ചക്ക തോരന് അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. കറക്റ്റ് പാകത്തിന് ഇത് വേവിച്ചെടുക്കണം. എന്നാലാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കണ്ടില്ല, സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കാം. വെള്ളം കളഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സ്പൂൺ വെച്ചിട്ട് ചൂടോട് കൂടി തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം. നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പൊ കണ്ടില്ലേ, കറക്റ്റ് ആയിട്ട് നന്നായിട്ട് ഇത് തോരന്റെ പരുവത്തിന് ആയി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്നു തുടങ്ങിയിട്ടുണ്ട്. ഉള്ളി മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ചതച്ച മുളക് ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് ചേർത്ത് കൊടുക്കുമ്പോൾ ഓരോരുത്തരുടെയും മുളകിന്റെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവും കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് ഇത് കഴിക്കാനായിട്ട് നല്ല രുചി ഉണ്ടാവുക. ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ തേങ്ങ നന്നായിട്ടൊന്ന് തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റി ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ തേങ്ങ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അധികം മുരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ നല്ല തോരന്റെ പരുവത്തിലായിട്ടുണ്ട്. ഇതിൽ ഉപ്പ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്ക തോരനാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടിയില്ല, ഇതുപോലെയാണ് ഇരിക്കേണ്ടത്. ഒട്ടും തന്നെ കുഴഞ്ഞു പോവരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ.
താങ്ക് യു.